എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ശ്രീഹരി ബെഡിലേക്ക് കിടന്നിട്ട് കണ്ണുകൾ അടച്ചു. പെട്ടെന്ന് അവന്റെ ഫോൺ ശബ്ദിച്ചു. നോക്കുമ്പോൾ ശ്രീലക്ഷ്മി. എന്തിനായിരിക്കും ശ്രീലക്ഷ്മി വിളിക്കുന്നത്? ഒരു സംശയത്തോടെ ശ്രീഹരി ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. സർ. ആ പറയൂ ശ്രീലക്ഷ്മി. സർ, ഞാൻ ഇന്നലെ പേപ്പേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് ഇന്ന് 3 മണിക്ക് മുമ്പ് സൈൻ ചെയ്ത് അയക്കേണ്ടതാണ്. ഓ മൈ ഗോഡ്, എന്നിട്ട് താൻ ഇപ്പോഴാണോ പറയുന്നത്? അത് സർ, ഞാൻ കരുതി സാറ് ഓഫീസിലേക്ക് വരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ. ഓ ശരി ശരി, ഓക്കെ. താനൊരു കാര്യം ചെയ്യും, ഞാൻ അനൂപിനെ വിളിച്ച് പറയാം. അവൻ്റെ കൈ കൊടുത്തേക്ക്. ഓക്കെ സാർ, താങ്ക് യു. സർ. എന്താണോ ഇനി എന്തെങ്കിലും? അത് സർ, സാറിനെന്താ ലീവ്? ലച്ചുവിന് ചോദിക്കാതിരിക്കാനായില്ല. സാധാരണ ഒരു ഓഫീസിലെ സ്റ്റാഫ് തൻ്റെ മുകളിലുള്ള ഓഫീസർമാരുടെ പേഴ്സണൽ കാര്യങ്ങൾ കൂടുതൽ ചോദിക്കുന്നത് കണ്ടിട്ടില്ല. എന്നാൽ അവൾക്ക് എന്തോ അങ്ങനെ ചോദിക്കാൻ തോന്നി. ശ്രീഹരിക്കാണെങ്കിൽ ആ ചോദ്യം ഉള്ളിലെവിടെ ഒരു തണുപ്പ് വീണ പ്രതീതിയായിരുന്നു. അത് കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നല്ലോ. ശ്രീഹരി ശാന്തമായി മറുപടി പറഞ്ഞു. ഓക്കെ സാർ, താങ്ക് യു. ലച്ചു കോള് കട്ട് ചെയ്തു. ലച്ചു തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. പേപ്പേഴ്സ് എല്ലാം സെറ്റാക്കി അനൂപിന്റെ ക്യാബിന്റെ നേരെ നടന്നു. അപ്പോഴേക്കും ശ്രീഹരി വിളിച്ചു പറഞ്ഞ പ്രകാരം ലച്ചുവിന്റെ അരികിലേക്ക് പോവാൻ അനൂപ് ചെയറിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ലച്ചു അനൂപിന്റെ കൈകളിൽ പേപ്പേഴ്സ് അടങ്ങിയ ഫയൽ കൊടുത്തിട്ടൊന്ന് പുഞ്ചിരിച്ച് തിരികെ നടന്നു. അതേസമയം എല്ലാം മറന്നിട്ടൊന്ന് ഉറങ്ങണമെന്ന് എഴുതിയ ശ്രീഹരി ഉറക്കം വരാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ഉറങ്ങുന്ന പോയിട്ട് കണ്ണുകളൊന്നും അടക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അത്രയും സമയം ചൂടുപിടിച്ചിരിക്കുന്ന അവന്റെ മനസ്സിൽ വല്ലാത്തൊരു ഉന്മേഷം വന്ന പോലെ തോന്നി. കാരണം എന്താണെന്ന് അറിയില്ല. എന്നിരുന്നാലും എവിടെയോ അവൻ ബാത്റൂമിലേക്ക് കടന്നു ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. ഡ്രസ്സ് മാറുമ്പോഴാണ് അനൂപ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സിത്തു റൂമിലേക്ക് വന്നത്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ചീർപ്പെടുത്തിട്ട് തന്റെ മുടിയൊന്ന് ചീകിയവൻ പുറത്തേക്ക് നടന്നു. ശില്പ. അമ്മയുടെ ശബ്ദം കേട്ടതും ശില്പൊന്ന് കണ്ണു തുറന്നു. പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. അതിനവൾ കഴിയുന്നുണ്ടായിരുന്നില്ല. എടി, നിന്നെ അല്ലേ വിളിച്ച്? ചെവി കേൾക്കാൻ വയ്യ നിനക്ക്? അവിടുന്ന് ഇറങ്ങിയോടെ ചെവി അടിച്ചു പോയോ? ശോഭ രോഷത്തോട് ഉറഞ്ഞു തുള്ളി. ഇതാ, ഇത് കുടിക്ക്. ടേബിളിൽ ജ്യൂസ് കൊണ്ടുവച്ച് അവരവിടെ അരികിലേക്ക് നടന്നെടുത്തു. എന്തിനാ വയറ്റിലുള്ള കൊച്ചിനെ പഴിക്കുന്നത്? കൊച്ചാ തന്തയില്ലാത്തവന്റെ ആണെങ്കിലും ആ ചോര എന്ത് പഴിച്ചു? ഇതെടുത്തിട്ട് കുടിക്കാൻ നോക്ക്. ആള് നോക്കി പറഞ്ഞ് ശോഭ റൂമിൽ നിന്ന് ഇറങ്ങി. സർ. ശ്രീഹരി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. അനൂപ് സോഫയിൽ നിന്ന് എഴുന്നേറ്റു. ഇരിക്കണോ? ഒരു പുഞ്ചിരിയോട് അവനെ നോക്കി പറഞ്ഞിട്ട് അവനും ഇരുന്നു. സർ, ഇതാ ഫയല്. ആ ഓക്കെ. ശ്രീഹരി അനൂപിന്റെ കയ്യിൽ നിന്ന് ശ്രീലക്ഷ്മി കൊടുത്തിട്ട ഫയലിൽ നിന്ന് എല്ലാ പേപ്പേഴ്സും പുറത്തെടുത്തു. എല്ലാത്തിലും നോക്കിയിട്ട് സൈൻ ചെയ്തിട്ട് അനൂപിനെ തിരികെ ഏൽപ്പിച്ചു. അപ്പോഴേക്കും സിത്തു അനൂപിനുള്ള ജ്യൂസുമായി വന്നിരുന്നു. ഏയ്, ഇതൊന്നും വേണ്ടായിരുന്നു. സിത്തുവിനെ നോക്കിക്കൊണ്ടൊരു പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് അനൂപ് അവരുടെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങി. എന്തായാലും ഇറങ്ങട്ടെ സാർ. ഓക്കെ അനൂപ്. സർ, ഇന്നിനി ഓഫീസിലേക്ക് വരുമോ? ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങവേ ശ്രീഹരിക്ക് നേരെ തിരിഞ്ഞിട്ടവൻ ചോദിച്ചു. ഇല്ലടോ, ഇന്നിനിയില്ല, നാളെ വരാം. ഇന്ദ്രൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു സാർ. അനൂപ് തന്റെ ബൈക്കിൽ കയറി ഗേറ്റ് കടന്നു പോയതും ശ്രീഹരി അകത്തേക്ക് കടന്നു. ശ്രീയേട്ടാ. റൂമിലേക്ക് പോകാൻ നിന്ന് ശ്രീഹരിയെ വിളിച്ചുകൊണ്ട് സിത്തു പിന്നാലെ ചെന്നു. എന്താടാ? ഏയ് ഒന്നുമില്ല ശ്രീയേട്ടാ, ഞാൻ വെറുതെ വിളിച്ചാ. ആണോ? എന്തായിരുന്നു കിടക്കട്ടെ, നമുക്ക് വൈകിട്ട് കാണാം. ആ ഓക്കെ ശ്രീയേട്ടാ. അല്ല, എല്ലാവരും എവിടെ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ശ്രീയേട്ടാ. സത്യങ്ങൾ ഓഫീസിൽ പോയി. അർജന്റായിട്ട് ഓഫീസിൽ നിന്ന് വിളി വന്നു. ബാക്കി എല്ലാവരും ഇവിടെയുണ്ട്. മായ? ഏടത്തി മുകളിലുണ്ട്. അടുക്കളയിലേക്കൊന്നും വന്നിട്ടില്ല. പാവം, ആകെ തകർന്നിരിക്കുക. ശ്രീഹരി ഒന്ന് മൂളി. താനൊന്നും അവിടെ അടുത്തേച്ചില്ല. ഇന്ദ്രനും ഇല്ലല്ലോ. ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടായ സമാധാനമാണ്. പിന്നെ ഓഫീസിൽ ഞാനും ഇന്ദ്രനും ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം. അതുകൊണ്ടാവും പോയത്. താനെന്തായാലും അങ്ങോട്ട് ചെല്ലും. സിത്തുവിനെ നോക്കി പറഞ്ഞിട്ട് ശ്രീഹരി റൂമിലേക്ക് പോയി. ഡീ. റൂമിലേക്ക് ഒഴുകിയെത്തിയ ശബ്ദം കേട്ട് ശില്പ നടുക്കത്തോടെ ഞെട്ടി ഉണർന്നു. എത്ര നേരാടി ഈ ജ്യൂസ് ഇവിടെ കൊണ്ടുവച്ചിട്ട്? ഇതൊരു നീയൊന്നും തിരിഞ്ഞോക്കുപോലും ചെയ്തില്ലല്ലോ. നിന്റെ ഉദ്ദേശം എന്താടി? പട്ടികിടന്ന് ചാവാനാണോ? അത് പറ. അമ്മയുടെ ചോദ്യവും അതിനോടൊപ്പമുള്ള കുറ്റപ്പെടുത്തലും കേട്ട് അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ചോദിച്ചു കേട്ടില്ലേ എന്താ നിന്റെ ഉദ്ദേശം എന്ന്? എന്റെ ഉദ്ദേശം പറഞ്ഞ അമ്മ സാധിപ്പിച്ചു തരുമോ? ശില്പ ശോഭയെ നോക്കി ചോദിച്ചതും അവരവളെ കൂർപ്പിച്ച് നോക്കി. എന്തേ, നടത്തി തരുമെന്ന്? എന്തായാലും നിന്റെ ഉദ്ദേശം? ഇവിടെ ആരെങ്കിലും കൊല്ലാനുള്ള ഉദ്ദേശമാണോ? എന്റെ അമ്മ അതൊന്നുമല്ല. എന്റെ വയറ്റിൽ കുറിച്ച് ഈ വിഷയത്തിനൊന്നും ഇല്ലാതാക്കി തരുമോ? ശില്പ പൊട്ടിത്തെറിച്ചു. പറഞ്ഞിരുന്ന ശോഭയുടെ കൈ ഊക്കോടെ അവിടെ കവിളിൽ പതിഞ്ഞു. എന്താണ് നീ പറഞ്ഞ്? വിഷവിത്തോ? താരി കിട്ടിയവനെ മണ്ണനാക്കിയിട്ട് അവന്റെ കൂടെ പോകുമ്പോ ഈ വിചാരമൊന്നും ഇല്ലായിരുന്നു എനിക്ക്. അടികിട്ടിയ കവിൾ പൊത്തിപ്പിടിച്ച് അവൾ അമ്മയെ തുറിച്ചു നോക്കി. നീ നോക്കണ്ട, ഞാൻ സത്യത്തിൽ ചോദിച്ച്. അന്ന് ഈ വിചാരക്ക് എവിടെ പോയിരുന്നു നിനക്ക്? ശോഭ നിന്ന് വിറച്ചു. ഒരു കുടുംബത്തിനെ മുഴുവൻ ചതിച്ചിട്ട് ആ തെണ്ടിയുടെ കൂടെ പോയിട്ട് സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ നടന്നോ പോരാ. ഇപ്പൊ അതേ ചൊല്ലി ന്യായീകരിക്കുന്നു. ഒരു നാണവും ഇല്ലാതെ. അന്ന് ഈ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കിടന്ന് മോങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അമ്മേ, ഇവിടെ എന്താ? ശിവ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. ശോഭ ശില്പയിൽ നിന്ന് കണ്ണുകൾ മാറ്റി. ഒന്നുമില്ല ശിവ. ചേച്ചി ഇതുവരെ ജ്യൂസ് കുടിച്ചില്ലേ? ഇല്ല, അവൾക്ക് വേണ്ട പോലും.
എൻ്റെ ചേച്ചി നടക്കാനുള്ളൊക്കെ നടന്നു. ഇനി കരഞ്ഞിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കുടിച്ച് റെസ്റ്റ് എടുക്കാൻ നോക്ക്. നീ പോടി, എന്നെ പഠിപ്പിക്കാതെ. ശില്പ അവൾക്ക് നേരെ നോക്കി അലറി. നിങ്ങൾ നന്നാവൂല, എത്ര കിട്ടിയാലും. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക, എന്നാലും അഹങ്കാരത്തിന് കുറവില്ല. ശില്പയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ശിവ പുറത്തേക്ക് നടന്നു. ഉള്ളം നീറിക്കൊണ്ട് അവൾക്ക് പിന്നാലെ ശോഭയെ എഴുന്നേറ്റു. എടുത്തി നോക്ക്, ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന എന്താ ചെയ്യുക? നടന്നു. ഇനി അതിനെ ഓർത്ത് ഇങ്ങനെ കരഞ്ഞിരിക്കാതെ എടുത്തി വാ. ഇല്ല സീത്തു, ഞാൻ എങ്ങോട്ടും ഇല്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എടുത്തി എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ. ഇങ്ങനെ അടുക്കളയിൽ പോലും കയറാത്ത റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല കാര്യമാണോ? അത് സങ്കടങ്ങൾ കൂട്ടിയല്ലേ ഉള്ളൂ. അതൊന്നും എനിക്കറിയില്ല മോളെ. എനിക്കാരുടെയും മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കുടുംബം കാരണം ഈ കുടുംബത്തിൻ്റെ അഭിമാനം അതെല്ലാം തകരെ ഇനി അധികമൊന്നുമില്ല. ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇവിടെ ആർക്കും എടുത്തിയുടെ ഒരു ദേഷ്യമില്ല, ഇനി ഉണ്ടാവുകയില്ല. പിന്നെ ഇവിടുത്തെ അഭിമാനം അതൊക്കെ ദൈവത്തിൻ്റെ വിധിയല്ലേ. അല്ലാതെ എടുത്തി ഈ കാര്യത്തിൽ എന്ത് ചെയ്ത് സംഭവിക്കാനുള്ള സംഭവിക്കാനും ചെയ്യും. എന്നാലും സിത്തു അവള് എടുത്തി വന്നേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇനി അതൊന്നും ഓർക്കണ്ട. സിത്തുവിന് ശില്പയുടെ ഒരു കാര്യവും കേൾക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് കൂടുതലും സംസാരിക്കാൻ സമ്മതിക്കാതെ മായയെ തടഞ്ഞു. എനിക്കൊന്നും വേണ്ട സിത്തു, നീ പോയി കഴിക്കേ. ഞാ പറ്റില്ല, എടുത്തി വന്നേ പറ്റുള്ളൂ. എന്നിട്ട് എനിക്കൊരു കോഫി ഉണ്ടായിത്താ. എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. എല്ലാവരും താഴെയുണ്ട്. വേണ്ട മോളെ, നീ ചെല്ല്. മായ ആവർത്തിച്ച് പറഞ്ഞിട്ടും സിത്തു വിട്ടില്ല. അവസാനം മായ നിർബന്ധിച്ച് സിത്തു ബാത്റൂമിലേക്ക് വിട്ടു. മുഖമെല്ലാം കഴുകി അവൾ വന്നു. സിത്തു അവളെയും കൂടി താഴേക്ക് നടന്നു. സിത്തുവും മായയ്ക്കും താഴേക്ക് ചെല്ലുമ്പോൾ മുത്തച്ഛനും അദ്ദേഹത്തിന്റെ രണ്ടാൺമക്കളും ആളിൽ നിന്ന് എന്തോ സംസാരിക്കുകയായിരുന്നു. അവളെ കണ്ടത് ഇന്ദ്രന്റെ അച്ഛൻ അവൾക്കരികിലേക്ക് വന്നു. നീ എന്ത് പണിയാ മോളെ കാണിച്ച്? ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? വെറുതെ ആർക്കോ വേണ്ടി സങ്കടപ്പെടുമ്പോഴും ത്യാഗം ചെയ്യുമ്പോഴും മോളൊരു കാര്യം ഓർക്കണം, അതൊന്നും ഈ കാലത്ത് തിരികെ കിട്ടില്ല എന്ന്. ഒരു നല്ല നോട്ടം പോലും തിരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന പാവത്തിന്റെ പങ്ക് നമ്മൾ തന്നെയാ പറ്റേണ്ടത്. അതല്ല ഏതൊക്കെ ചതിയിലൂടെ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചോ അതിന്റെ 100 ഇരട്ടി നമ്മളിലേക്ക് തന്നെ തിരികെ വരും. അതാ ഇപ്പം നിന്റെ അനിയത്തിയുടെ കാര്യത്തിൽ സംഭവിച്ചു. ഈ വീട്ടിൽ കയറി വന്നിട്ട് അവൾ ആരോടെങ്കിലും നല്ല രീതിയിൽ പെരുമാറിയോ? ഞങ്ങളുടെ കാര്യമൊക്കെ പോട്ടെ, സ്വന്തം ഇഷ്ടം പോലും വിട്ടുകൊടുത്ത നിന്നോട് പോലും അവൾ ശത്രുവിനെ പോലെയല്ലേ പെരുമാറിയത്. നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ജീവിതത്തിൽ പോലും സത്യസന്ധത കാണിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവളെക്കുറിച്ച് എൻ്റെ മോള് ഇനിയും ഇങ്ങനെ കണ്ണുനീര് വീഴ്ത്തരുത്. അതിലൊരു കാര്യമില്ല. പിന്നെ ഈ വീട്ടിലൊരാൾക്ക് പോലും മോളോട് ദേഷ്യമില്ല, ഇനി ഉണ്ടാവുകയില്ല. നീ ഒന്ന് തനിച്ചിരുന്നോട്ടെ നേർത്തിയാ നിന്റെ അടുത്തേക്ക് ഇതുവരെ ആരും വരാതിരുന്ന്. അല്ലാതെ നിന്നോട് ഇഷ്ടക്കേടുണ്ടായിട്ടല്ല. മോൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അശോകൻ അവിടെ കരഞ്ഞിറങ്ങിയ മുഖത്തേക്ക് നോക്കി. ഉണ്ടാച്ചാ, എന്നാ മോളിയെന്ന് എന്തെങ്കിലും കഴിക്ക്. ബാക്കിയെല്ലാം വിധി പോലെ വരും. ദൈവത്തിന്റെ വിധി നമുക്ക് തടുക്കാനാവില്ല. മോളെ സിത്തു, ഏടത്തിയെ കൂട്ടി പോയിട്ട് ഭക്ഷണം കൊടുക്ക്. ശരി അങ്കിൾ. എടുത്തി വാ. സിത്തു മായയുടെ കൈകൾ പിടിച്ച് അടുക്കള ഭാഗത്തേക്ക് നടന്നു. അപ്പോഴേക്ക് ഇന്ദ്രന്റെ അമ്മ അടുക്കളയുടെ തൊട്ടടുത്തുള്ള ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം എടുത്ത് വെച്ചിരുന്നു. ആണുങ്ങൾ മാത്രമേ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ ആരും തന്നെ ഒന്നും കഴിച്ചില്ലായിരുന്നു. ഭക്ഷണം എടുത്ത് വെച്ചിട്ട് യശോദ പത്മത്തിന് പോയി വിളിച്ചു. ഉമ്മയും ശ്രീകുട്ടിയും ശ്രേയയും അവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു കാര്യത്തിന് മായയോട് അവർക്കാർക്കും ഒന്നുമില്ലായിരുന്നു. സന്ധ്യാനേരം. മാധവേട്ട. ഒമ്പരത്ത് വിളക്കം വെച്ചിട്ട് ദൂരെങ്ങോ കണ്ണു നട്ടിരിക്കുന്ന മാധവന്റെ അരികിലേക്ക് ശോഭ വന്നു. തൊട്ടടുത്ത ചെയറിൽ വന്നിരിക്കുന്ന അവരെ നോക്കിയിട്ട് അദ്ദേഹം കണ്ണുകൾ വീണ്ടും മുന്നോട്ട് തന്നെ പായിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സാ കലങ്ങി പറഞ്ഞ അവസ്ഥയിലായിരുന്നു. ഈ പ്രശ്നം എവിടെ കൊണ്ട് തീർക്കുമെന്ന് അദ്ദേഹത്തിന് ഒരു നിശ്ചയവുമില്ലായിരുന്നു. അവളെവിടെ? അല്പസമയം കഴിഞ്ഞ് ശോഭയെ നോക്കി അദ്ദേഹം ചോദിച്ചു. മുറിയിലുണ്ട്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ജ്യൂസ് കൊടുത്തു, കഴിക്കാനും കൊടുത്തു, ഒന്നും കഴിച്ചില്ല. അദ്ദേഹം ഒന്ന് മൂളി. എന്തേലും കഴിപ്പിക്കാൻ നോക്ക്. വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ? അതൊക്കെ പറഞ്ഞു. പക്ഷെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി തരുമെന്നാ ചോദിക്കുന്നത്. അദ്ദേഹം ഞെട്ടിലൂടെ അവരെ നോക്കി. അതേ മാധവേട്ട, നേരത്തെ വർത്താനത്തിന് എന്നോടൊന്ന് കിട്ടുകയും ചെയ്തു. വേണ്ട, ഇനിയൊന്നും ചെയ്യണ്ട. പറയും വേണ്ട. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുള്ളൂ. ഇല്ല, നേരത്തെ അത്രയ്ക്ക് ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയതാ. അതോർത്ത് ഇപ്പോഴും നെഞ്ചിൽ പടച്ചില്ല. അല്ല മാധവേട്ട, നാത്തൂനെ അറിയിക്കണ്ടേ? വേണം. ഇന്നെന്തായാലും ഒന്നിനും വയ്യ. നാളെ ആവട്ടെ. താനെന്തിനും പറഞ്ഞിട്ട് അവളെ കൊണ്ട് വല്ലതും കഴിപ്പിക്കാൻ നോക്ക്. അല്ലാതെ ശരിയാവില്ല. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ശിവമോൾ എവിടെയാ? അവള് നോട്ട്സ് എഴുതാ. നാളെ സ്കൂളിലല്ലേ? അദ്ദേഹം പതിയൊന്ന് മൂളി. ശോഭ അദ്ദേഹത്തെ നോക്കി അകത്തേക്ക് നടന്നു. മാധവന് വീണ്ടും കഴിഞ്ഞുപോയ സംഭവങ്ങളിലേക്ക് ഊളിയിട്ടു. ഗാഠമായ ഉറക്കിൽ നിന്നും പതിയെ ശ്രീഹരി ഞെട്ടി ഉണർന്നു. കണ്ണു തുറന്ന് ചുറ്റിലും നോക്കിയതും ആകെ ഇരുട്ട് തളം കെട്ടി നിൽക്കുന്നു. പതിയെ കൈകൾ നീട്ടി ലൈറ്റിട്ടതും റൂമിലാകെ വെളിച്ചം പടർന്നു. അതോടൊപ്പം അവൻ കയ്യെത്തി തന്നെ ഫോൺ കയ്യിലെടുത്തു. സമയം നോക്കിയത് 7 മണി. ഈശ്വര, ഇത്രയൊക്കെ ഉറങ്ങിയോ? ഇതുവരെ ആരും തന്നെ വിളിച്ചില്ലല്ലോ. അവൻ ഫോൺ ടേബിളിലേക്ക് തന്നെ തിരികെ വെച്ചിട്ട് 2 കണ്ണുകളും തിരുമ്മി അതേപോലെ മുഖം അമർത്തി തുടച്ചു. പെട്ടെന്നൊരു നിമിഷം രാവിലെ കഴിഞ്ഞെല്ലാം ഓർമ്മയിലേക്ക് ഓടിയെത്തി. എന്തിനായിരുന്നു അവൾ എന്നോട് ഇങ്ങനെ ചതി ചെയ്ത്? ഒന്ന് നല്ല രീതിയിൽ സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ അവളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയായിരുന്നില്ലേ? ഒന്നിനും അവസരം തരാതെ പോയിരിക്കുന്നു. മറ്റൊരുവന്റെ കുഞ്ഞിനെ ഉദരത്തി ചുമന്നുകൊണ്ട്. അവന്റെ കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറഞ്ഞു. വേണ്ട, ഇനിയൊന്നും ഓർക്കണ്ട ഒന്നും.
ഇനി മുന്നോട്ടുള്ള വിധി എന്തായാലും ഏറ്റുവാങ്ങും തന്നെ. അല്ലെങ്കിലും ശ്രീഹരിയുടെ ജീവിതം വിധിയുടെ വിളയാട്ടാണല്ലോ. തോൽവികൾ മാത്രമേ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ജന്മം. ഒരുവൾ പ്രണയം കൊണ്ടും മറ്റൊരുവൾ ചതി കൊണ്ടും തോൽപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ എത്ര നിറഞ്ഞ് സന്തോഷിച്ചതാ. ആ സന്തോഷങ്ങൾ ഓരോന്നും എവിടെയോ നഷ്ടമായിരിക്കുന്നു. ഇനിയില്ല ഒന്നിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൻ ബാത്റൂമിലേക്ക് നടന്നു. നന്നായൊന്ന് കുളിച്ച് ഫ്രഷായി അവൻ പുറത്തേക്ക് ഇറങ്ങി, പുതിയൊരു മനുഷ്യനായിട്ട്. മായക്കുട്ടി. ബാൽക്കണിയിൽ എന്തോ ആലോചനയിൽ നിൽക്കുന്ന മായക്കരികിലായി ചെന്നിട്ട് ഇന്ദ്രൻ പതിയെ വിളിച്ചു. കാതോരം ആ മധുരമൂർന്ന വിളി കേട്ടതും അവളൊന്ന് ഞെട്ടിത്തിരിഞ്ഞു. അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടതും ഇന്ദ്രൻ വല്ലാതായി. എന്താണോ ഇതുവരെ സങ്കടം മാറിയില്ലേ? സത്യത്തിൽ ഈ വീട്ടിലെയും നിന്റെ വീട്ടിലെയും സങ്കടങ്ങൾ മുഴുവൻ താൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അവന്റെ ചോദ്യം കേട്ടതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. സത്യം, എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. ഇങ്ങനെയുണ്ട് ഒരു സങ്കടം. ശരിക്കും വേദനിക്കേണ്ടവരിപ്പോൾ സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ടാവും. താനാണെങ്കിൽ രാവിലെ തുടങ്ങിയ കരച്ചില്ല. രാത്രി ഈ സമയമായിട്ട് അതിനൊരു അവസാനം ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ല ഇന്ദ്രേട്ട. എങ്ങനെയായാലും അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. എന്ത് തന്നെയായാലും ഒരു കാര്യത്തിൽ ഇങ്ങനെ സങ്കടപ്പെടാനും കരയാനും നിൽക്കരുത്. അല്ലെങ്കിൽ ഈ സങ്കടപ്പെടുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇത് ഒരു കാരണമില്ല. ഇങ്ങനെ കരഞ്ഞാലും തനിക്ക് അസുഖം വന്നാ നീ ആർക്ക് വേണ്ടി കരഞ്ഞോ? അവരാരെങ്കിലും കൂടെ ഉണ്ടാവുമോ? ഇന്ദ്രൻ ഒരു മുഷിപ്പോടെ പറഞ്ഞു നിർത്തി. ഇന്ദ്രേട്ടൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അവളുടെ കണ്ണുകൾ വീണ്ടും സങ്കടത്താൽ നിറഞ്ഞു. കേൾക്കാം, പക്ഷേ ഈ കരച്ചിലും സങ്കടമെല്ലാം നിർത്തി വന്നാ താൻ പറയുന്ന എന്തും ഞാൻ കേൾക്കാം. അല്ലാതൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. പറഞ്ഞിട്ട് ഇന്ദ്രൻ തിരിച്ചകത്തേക്ക് നടന്നു. ഇന്ദ്രേട്ടാ. മായാകെ തകർന്ന പോലെ നിന്നു. ആദ്യമായിട്ടാണ് തന്നോട് ഇത്രയും ഗൗരവം കാണിക്കുന്നത്. താലി കെട്ടിക്കൊണ്ടുവന്ന അന്നു മുതൽ ഒന്നും പറയാതെ മനസ്സിലാക്കിയതിന് കൂടെ നിന്നിട്ടേയുള്ളൂ. സ്വന്തം ഏട്ടൻ പ്രണയിച്ച പെണ്ണായിരുന്നിട്ടും അതിനെക്കുറിച്ച് ചോദിക്കുകയോ പറയുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ആ ഒരു കാര്യം പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്തില്ല. എപ്പോഴും തന്റെ വേദനകളെ സന്തോഷങ്ങളാക്കി മാറ്റിയിട്ടേയുള്ളൂ. മറ്റുള്ളവർക്ക് മുമ്പിൽ തനിക്ക് വേണ്ടി വാദിച്ചിട്ടേയുള്ളൂ. എന്നിട്ടും ഞാൻ ഇല്ല. ഇനി ആ മനസ്സിനെ വേദനിപ്പിച്ച ദൈവം പോലും പൊറുക്കില്ല എന്നോട്. മായ കണ്ണുകൾ അമർത്തി തുടച്ച് റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും ഇന്ദ്രൻ കിടന്നിരുന്നു. അവനെ നോക്കി മുഖം നന്നായിട്ടൊന്ന് കഴുകി വന്നിട്ട് അവൾ ബെഡിലേക്ക് ഇരുന്നു. ഇന്ദ്രേട്ടാ. അവൾ പതിയെ വിളിച്ചു. അവൻ അവളുടെ വിളി കേട്ടിരുന്നെങ്കിലൊന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ച് വലത് കൈ കണ്ണിന് മേൽ വെച്ചിട്ട് അവൻ അനങ്ങാതെ കിടന്നു. താൻ വിളിച്ചിട്ട് ഒന്നും മിണ്ടാതെ കിടക്കുന്ന അവനെ കണ്ട് അവളുടെ ഹൃദയം നേറി. വീണ്ടും 1-2 തവണ അവനെ വിളിച്ചിട്ടും മറുപടിയൊന്നും ഇല്ലാതായതും അവൾ അവന്റെ അരികിലേക്ക് കിടന്നു. അവളുടെ സാമീപ്യം അറിഞ്ഞതും അവളെ നെഞ്ചോട് ചേർക്കാൻ അവന്റെ ഉള്ളം വല്ലാതെ കൊതിച്ചു. പക്ഷെ അവൻ അനങ്ങിയില്ല. ഇപ്പോൾ തന്നെ ഈ പിണക്കം മാറ്റിയാൽ വെറുതെ സങ്കടപ്പെടുകയും കരയുകയും ചെയ്യുന്ന സ്വഭാവങ്ങളും മാറ്റില്ല. വീണ്ടും ആവർത്തിക്കും. അങ്ങനെ സങ്കടപ്പെടുന്ന സ്വഭാവം ഇനി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഈ പിണക്കം അനിവാര്യമാണ്. ഒരു നിമിഷം തന്റെ നെഞ്ചിൽ ചേർത്ത് വെച്ച തന്റെ കൈകളിൽ അവളുടെ കൈകൾ മുറുകി. എന്നിട്ട് അവൻ അനങ്ങിയില്ല. ഇടയ്ക്ക് തന്നെ നെറ്റിയിൽ അവളുടെ ചുണ്ടുകൾ അമർന്നു. അവന്റെ ശ്വാസം നിലച്ച പോലെ തോന്നി. ആ ചുടുനിശ്വാസം അവന്റെ സിരകളിൽ പടർന്നു. അവന്റെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നു. അവളുടെ ഓരോ പ്രവൃത്തി തുടർന്നു. കണ്ണുകൾ ഒരു പോളെ തുറക്കാതെ ഉറക്കത്തിലെന്ന പോലെ അവൻ അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. അവളാണെങ്കിൽ ആ ചേർത്ത് പിടിക്കലെ അവന്റെ നെഞ്ചിലേക്ക് തന്റെ മുഖം അത്രമേൽ അമർത്തി വെച്ചു. നാണത്തിൽ കലർന്ന ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ തത്തിക്കളിച്ചു. അതിരാവിലെ മുറ്റപ്പടിക്കാനായി ചൂലുമായി സരോജിനി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. രാത്രിയിൽ എപ്പോഴോ മഴ പെയ്തുകൊണ്ട് ഇലകളെല്ലാം മണ്ണിൽ പറ്റി കിടപ്പുണ്ട്. ഇതൊക്കെ ഇനി എങ്ങനെ അടിച്ചു വാരി എന്റെ ഈശ്വര മനസ്സിൽ പറഞ്ഞിട്ട് മുറ്റടിച്ചു വരാൻ തുടങ്ങിയവയാണ് മുറ്റത്തൊരു വണ്ടി വന്ന് നിന്ന്. ആ ഒരു ചൂല് ബാക്കിലേക്ക് വെച്ചിട്ടൊന്ന് ഇവർ നോക്കിയതും തന്റെ ഏട്ടൻ. ആ, നിങ്ങളായിരുന്നോ? ഒരു പുച്ഛത്തോടെ ചോദിച്ചിട്ട് അവർ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹമാണെങ്കിൽ ദേഷ്യത്തളവിറകുന്ന മുഖവുമായി വണ്ടിയിൽ നിന്നിറങ്ങി അവരെ നോക്കി സീറ്റോട്ടിലേക്ക് കയറി. ഇതെന്താന്നാവോ? എന്തോ കുഴപ്പമുണ്ടല്ലോ. സരോജിനിക്കാകെ സംശയമായി. ആൾ വേഗം കയ്യിലെ ചൂലൊരു ഭാഗത്തേക്ക് വെച്ച് കൈയും കാലും കഴുകി ഉമ്മറത്തേക്ക് കയറി. പ്രശാന്ത് എവിടെ? മാധവൻ ചോദിച്ചുകൊണ്ട് തന്റെ പെങ്ങളുടെ മുഖത്തേക്ക് നോക്കി. അവൻ എഴുന്നേറ്റിട്ടില്ല. മറ്റുള്ളവരുടെ സമാധാനവും സന്തോഷവും ജീവിതവും നഷ്ടപ്പെടുത്തി സുഖമായിട്ട് ഉറങ്ങിട്ടെ അവൻ. അവൻ എന്ത് ചെയ്തെന്ന ഏട്ടൻ പറയുന്നത്? ആരുടെ സമാധാനവും സന്തോഷ എന്റെ മോൻ ഇല്ലാതാക്കിയത്? മാധവന് നെടുവീർപ്പോടെ തന്റെ പെങ്ങളെ നോക്കി പതിയെ പറഞ്ഞു തുടങ്ങി. മകൻ തന്റെ മകൾക്ക് ചെയ്തു കൊടുത്ത സന്തോഷങ്ങൾ അതിലൂടെ അവളുടെ ജീവിതമായി തീർന്നു. എല്ലാം കേട്ട് സരോജിനി വിറങ്ങലിച്ച് നിന്നു. എന്റെ മോ മാത്രം വിചാരിച്ചിട്ട് നടന്നല്ലോ ഒന്നും. എല്ലാം കേട്ടതും ഒന്ന് ശ്വാസം എടുത്തിട്ട് സരോജി മാധവിനെ നോക്കി പറഞ്ഞു. മാധവൻ ദേഷ്യത്തോടെ തന്റെ പെങ്ങളെ നോക്കി. ഏട്ടൻ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ സത്യല്ലേ. അവൻ സ്വയം തീരുമാനമെടുത്ത് അങ്ങോട്ട് പോയിട്ട് ഉണ്ടായതല്ലോ ഇതൊന്നും. ഒരു ഭർത്താവ് ഉണ്ടായിരിക്കും അവനെ ചതിച്ചിട്ട് മറ്റൊരു ആണെടുത്തം തേടി അവൾ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെറ്റ് അവളിൽ തന്നെയാ. അല്ലാതെ ആ തെറ്റ് മുഴുവൻ അവനിൽ മാത്രം ഒതുക്കണ്ട. എന്തിനു പറയുന്നു? സ്വന്തം ചേച്ചി ഇഷ്ടപ്പെട്ട ഒരുത്തന്നെ അവൾ എന്തൊക്കെയോ ചെയ്തും പറഞ്ഞ് സ്വന്താക്കി. എന്നിട്ടോ അവന്റെ കൂടെ നല്ലോണം ജീവിച്ചില്ല. മാധവനൊന്നും മിണ്ടാതെ തലതാഴ്ത്തി. പറഞ്ഞത് ഓരോന്നും സത്യമായിരുന്നു. എല്ലാം കൊണ്ട് തന്റെ മകൾ തന്നെയാണ് തെറ്റുകാരി. അദ്ദേഹത്തിന്റെ ശ്വാസം നിലച്ച അവസ്ഥയായിരുന്നു.
ഏട്ടൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. സ്വന്തം മോളെ മാത്രം ഏട്ടൻ ന്യായീകരിച്ചോ പറഞ്ഞു പോയതാ. തെറ്റ് അവൻ്റെ അടുത്തുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും എല്ലാം കൂടെ അവനെ അടിച്ചേൽപ്പിക്കണ്ട. ആ സമയത്താണ് പ്രശാന്ത് ഉറക്കിൽ നിന്നുണർന്നു പുറത്തുനിന്ന് ആരുടെയോ സംസാരം കേൾക്കുന്നു. തന്റെ ബ്ലാങ്കറ്റ് മാറ്റി അവൻ എഴുന്നേറ്റു. ബ്രഷ് പോലും ചെയ്യാതെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ആരായിരിക്കുമെന്ന സംശയത്തിൽ അവൻ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അവന്റെ കാലുകൾ നിശ്ചലമായി. മാമൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.